തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം. ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിൽ കെ.എസ്.ആർ.ടി.സി. ഡ്രൈവർ മേയർ തർക്കം കൗൺസിലിൽ ഉന്നയിച്ചെങ്കിലും ഇതിനെ ഭരണകക്ഷി അംഗങ്ങൾ എതിർത്തതാണ് വാക്കേറ്റത്തിനിടയാക്കിയത്. ബി.ജെ.പി. കൗൺസിലർമാർ മേയർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നു. അപ്പോ തലസ്ഥാന നഗരത്തെ അപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരസഭയുടെ മേയർ ആ മേയർ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്ത് ആ ബസ് ഡ്രൈവറോട് വളരെ അപമര്യാദയായി പെരുമാറിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നു. വാർത്താ മാധ്യമങ്ങളിൽ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു നഗരസഭാ മേയർ നിങ്ങളുടെ മാത്രം മേയറല്ല, ഞങ്ങളുടെ മേയറാണ്. നഗരസഭാ മേയർ നിങ്ങളുടെ മാത്രം മേയറല്ല. ശ്രീ അനിൽകുമാർ, എനിക്ക് ഒരു കാര്യം, ശ്രീ അനിൽകുമാർ ദയവായി ഒരു കാര്യം സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ അനിൽകുമാർ, യെസ്, മറ്റ് കൗൺസിൽ അംഗങ്ങൾ, ബഹുമാന്യരായ കൗൺസിൽ അംഗങ്ങൾ, എല്ലാവരും അതത് സീറ്റിലിരിക്കുക. ദയവായി എല്ലാവരും അതത് സീറ്റിലിരിക്കുക. ബഹുമാന്യരായ കൗൺസിൽ അംഗങ്ങൾ, ദയവായി എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കുക. ബഹുമാന്യരായ കൗൺസിൽ അംഗങ്ങൾ, ഒരു നിമിഷം, ഞാൻ ഒരു വിഷയത്തിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കണം. ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം. ശ്രീ അനിൽകുമാർ, ബഹുമാന്യനായ കൗൺസിലർ ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം ഞാൻ അംഗീകരിക്കുന്നു. അത് ആരുടെയും മാത്രം മേയറല്ല, ഞങ്ങളുടെയും മേയറാണ് എന്ന് താങ്കൾ പറയുന്നു. ഈ വിഷയമുണ്ടായി ഇത്രയും സമയമായതിനു ശേഷം എന്തുകൊണ്ടാണ് ശരിയായ വസ്തുത എന്താണ് എന്ന് ചോദിച്ച് താങ്കളുടെ ഫോണിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു? നിങ്ങൾക്ക് ഉൾപ്പില്ലല്ലോ. നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവായിട്ടുള്ള നിങ്ങൾക്കൊരു ഉൾപ്പ് വേണം. ബഹുമാനപ്പെട്ട മേയറ് ഒരാള് ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്ന് മേയർ പരാതി പറഞ്ഞപ്പോ അദ്ദേഹത്തെ ഞാൻ തിരുത്തുകയും ചെയ്തു. താങ്കൾക്ക് ഞാൻ അദ്ദേഹത്തെ തടഞ്ഞത്, താങ്കളെയും തടഞ്ഞത് അല്ല. അതുകൊണ്ട് നിയമ സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ താങ്കൾ പറയണ്ട. അതിലെടുത്തിട്ടുള്ള നിയമ നടപടികൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. താങ്കൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം. ഞാൻ താങ്കളുടെ മുമ്പ് വച്ചാണ് ദേഹോദ്രവം ഏൽപ്പിച്ചെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയില്ലാന്ന്? താങ്കൾ അദ്ദേഹത്തെ ദേഷ്യപ്പെട്ടുകൊണ്ട് കോളറിൽ കയറി പിടിക്കുമ്പോൾ ഞാനാണ് താങ്കളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയത്. വെള്ളം കൊടുത്ത സമയത്ത് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ നിൽക്കുകയാണ്, വെറുതെ അപവാദം പറയരുത്. താങ്കൾ പറയുന്നതൊന്നും അപവാദമല്ല. താങ്കൾ പറയുന്നതൊന്നും അപവാദമല്ല. അതാ ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞതിനൊന്നും അപവാദമല്ല. താങ്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല ഇപ്പോൾ ബി.ജെ.പി. തീരുമാനിക്കുന്നത്. താങ്കൾ ഇരിക്കുന്ന പദവിക്ക് കളങ്കമല്ലാത്തൊരു പ്രവൃത്തി ആ പ്രവൃത്തി അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എങ്കിൽ സമൂഹത്തോട് താങ്കൾ മാപ്പ് പറയുക. അതാണ് ബി.ജെ.പി. ആവശ്യം, അല്ലാതൊന്നുമല്ല. താങ്കൾ
ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരസഭയുടെ മേയറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല താങ്കൾ ഇപ്പോൾ ഒരു പരാമർശം നടന്നു. എന്താ നടന്നത്? ശ്രീ പത്മകുമാർ, അല്ലല്ല, ഞാൻ ഇതുകൂടെ പറഞ്ഞ താങ്കളുടെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ പത്മകുമാർ, ഇത് അവരെ ആസൂത്രിതമായി വന്നിരിക്കുന്നതാണ്. നേരെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. ബാക്കിയുള്ളവരാരും പറയുന്നത് കേൾക്കാതിരിക്കാം. ഇവർക്ക് നേരെ സാമൂഹിക വിരുദ്ധൻ ആക്ഷേപിച്ചതിനുള്ള വ്യക്തതയല്ല. ഈ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളും ഈ മേയറോടൊപ്പമുണ്ട്. മേയർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ മേയറെ ഈ തിരുവനന്തപുരത്തെ 12 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനങ്ങളും സ്ത്രീകളടക്കം അവര് മേയറുടെ പിന്നാലെ ഉണ്ട് എന്നുള്ളത് മേയർ വിശ്വസിക്കണം. മേയർക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിലുണ്ടാകും. മേയറെ അപമാനിച്ചതിനായിട്ട് മേയറെ അപമാനിച്ച ഈ യദു എന്ന് പറയുന്ന ആളിനെ KSRTC നിന്ന് പിരിച്ചുവിടാനും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും വാക്കാൽ പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇവിടെ സംസാരിക്കുക ശ്രീ അനില സൂചിപ്പിച്ചത് മറ്റൊരാൾ സംസാരിക്കുക. എന്നാണ് വിളിച്ചത് സംസാരിക്കാൻ? ഇവിടെ ഏറ്റവും നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചില വാർത്തകളാണ് 3-4 ദിവസമായിട്ട് ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ വരുന്നത്. പട്ടം PMG റോഡിൽ ഒരു ബസ് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. തീർച്ചയായും ഒരു ബസ് അപകടാവസ്ഥയിൽ ഓടിക്കുകയാണെങ്കിൽ, ഓവർ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധി കണ്ടിൽ വെറുതെ പോകാൻ സാധിക്കുകയില്ല. അതിനെ ചോദ്യം ചെയ്യുവാനും അത് തിരുത്തുവാനും തയ്യാറാകും ഉറപ്പാണ്. ഒരു പക്ഷേ മേയർ ഔദ്യോഗിക വാഹനത്തിലാണ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആംബുലൻസാണ് വന്നിരുന്നെങ്കിൽ, ഒരു ഫയർഫോഴ്സാണ് വന്നിരുന്നെങ്കിൽ ആ ഡ്രൈവർ നിർബന്ധമായും സൈഡ് തരേണ്ടതാണ്. പക്ഷേ ആ വൺ വേയിൽ സൈഡ് തരാൻ കഴിയുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായും സൈഡ് തരും. പക്ഷെ സ്വകാര്യ വാഹനത്തിൽ വന്നപ്പോൾ സൈഡ് തരാൻ കഴിയാത്ത സ്ഥലമായതുകൊണ്ട് അയാൾ സൈഡ് തന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും അത്തരത്തിലൊരു വിഷയമുണ്ടായാൽ മേയർക്ക് നടപടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നഗരത്തിലെ വിവിധ സ്റ്റേഷനുകൾ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലോ കണ്ടോൺമെന്റ് സ്റ്റേഷനിലോ പറഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് ആ വാഹനം ഡ്രൈവ് ചെയ്ത് ആ ഡ്രൈവറെ കസ്റ്റഡി എടുക്കാൻ സാധിക്കുന്നതിരിക്കെ മേയറുടെ വാഹനം തന്നെ, സ്വകാര്യ വാഹനം തന്നെ ആ വാഹനത്തെ ഡ്രൈവ് ചെയ്ത് സാധന തോമസ് മുമ്പിലുള്ള ആ ബസ്സിനെ ശിവലൈനിൽ കുറുകയിട്ടുകൊണ്ട് ക്രോസ് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ആ വാഹനത്തിൽ സഞ്ചരിച്ച യാത്രക്കാർ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്രക്കാരെ അവിടെ വഴിയിൽ ഇറക്കി വിടേണ്ടി വന്നു. ആ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. അത് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണെങ്കിൽ പോലും ഞാനടക്കമുള്ള 100 കൗൺസിലർമാരെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ മേയർ കൃത്യമായ മറുപടി പറയണം ഈ കൗൺസിൽ യോഗത്തിൽ. KSRTC ഡ്രൈവർ തർക്കത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റമുണ്ടായിരിക്കുന്നത്. BJP കൗൺസിലർ തിരുമല അനിൽ KSRTC ഡ്രൈവർ മേയർ തർക്കത്തെക്കുറിച്ച് കൗൺസിലിൽ ഉന്നയിച്ചെങ്കിലും ഇതിനെ ഭരണകക്ഷി അംഗങ്ങൾ എതിർത്തതാണ് വാക്കേറ്റത്തിനിടയാക്കിയത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിഷേധം തുടരുകയാണ് BJP അംഗങ്ങൾ.